പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവാൻ കാത്തിരിക്കുകയാണ് ISLലെ എല്ലാ ആരാധകരും. കാരണം സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നതോടുകൂടി ക്ലബ്ബുകൾ കൂടുതൽ സൈനിങ്ങുകൾ നടത്തുമെന്നാണ് ആരാധകർ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമെടുത്താൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വമ്പൻ അഴിച്ചുപണികൾക്കാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും കരാറുള്ള താരങ്ങളെ വിറ്റൊഴിവാക്കാനും അതുപോലെ തന്നെ കരാർ അവസാനിച്ച താരങ്ങളെ പുറത്താക്കുകയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും കരാർ അവസാനിച്ച 3 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി തന്നെ പുറത്താക്കിയിട്ടുണ്ട്. ഇനി കരാർ ബാക്കിയുള്ള താരങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളെ ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് ഒഴിവാക്കാനും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സമ്മർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ബിസി ആയിരിക്കും എന്നുള്ളൊരു കാര്യം മാർക്കസ് മുർഗലാവോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമിപാം അടക്കമുള്ള താരങ്ങളെ ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് വിൽക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ശ്രമം. എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട 12 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് നൽകുന്ന സൂചന. എന്തായാലും നമുക്ക് വിശദമായി ഇതിനെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്നതിന് മുൻപ് തന്നെ പ്രധാനപ്പെട്ട 12 താരങ്ങളെ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് നൽകുന്ന സൂചന. ഇതിൽ ഇന്ത്യൻ താരങ്ങളും അതുപോലെ തന്നെ വിദേശ താരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മുംബൈ സിറ്റിയിൽ നിന്നും ഇപ്പോൾ പുറത്തുപോയ ബിപിൻ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് അറിയിക്കുന്നുണ്ട്. എന്നാൽ താരത്തെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. കാരണം അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ഇനി ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അക്കാര്യം എന്തായാലും മാർക്കസ് മുർഗലാവോ സ്ഥിരീകരിച്ചതാണ്. അതിൽ നമുക്കിനി സംശയങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പഞ്ചാബിന് വേണ്ടി കളിക്കുന്ന സൂപ്പർ താരമായ ലെഫ്റ്റ് ബാക്ക് താരം അഭിഷേക് സിംഗിനെയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചാബിന്റെ മറ്റൊരു സൂപ്പർ താരമായ നിഖിൽ പ്രഭുവിനെ സ്വന്തമാക്കാനും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ ഗോൾ കീപ്പറായ പാദം ഛേത്രിയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇന്ത്യൻ താരങ്ങളുടെ ഒരു കണക്കെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദീപക് താങ്കരിയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോഹൻ ബഗാന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുന്ന ഒരു താരമാണ് ദീപക് താങ്കരി. എന്തായാലും താരത്തെ സ്വന്തമാക്കാനും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇനി വിദേശ താരങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കോർണർ ഷീറ്റ്സിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലൂണയുടെ പകരക്കാരനായിട്ടാണ് കോർണർ ഷീറ്റ്സിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ സെന്റർ ബാക്കായി കളിക്കുന്ന ആദിൽ താഹിബിനെ സ്വന്തമാക്കാനും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സെന്റർ ബാക്കായ സുലൈമാൻ എൽ അമ്രാനിയെ സ്വന്തമാക്കാനും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ 2 താരങ്ങളെയാണ് ഇപ്പോൾ മിലോസിന്റെ പകരക്കാരായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്. എന്തായാലും ഈ 2 താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരം എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. അതുപോലെ തന്നെ സ്ട്രൈക്കറായി കളിക്കുന്ന സെർജിയോ കാസ്റ്റലും ഈ ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സെർജിയോ കാസ്റ്റൽ ഏകദേശം 96% ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ താരങ്ങളടക്കം 12 താരങ്ങളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ലിസ്റ്റിലുള്ളതെന്നാണ് ഇപ്പോൾ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഏതൊക്കെ താരങ്ങൾ എത്തുമെന്നത് ഇനി ആരാധകർ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും.